പിന്നെ വെള്ളാപ്പള്ളി നടേശനേക്കാളും വലിയ വർഗീയത പറഞ്ഞ ആളുകൾ ലീഗുമായിട്ട് ഇപ്പോൾ സഹകരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ പോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഒരു RSSൻ്റെയോ BJPയുടെയോ നേതാവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയറിട്ടിട്ട് കത്തിച്ച് അവരെ പാകിസ്ഥാനിലേക്ക് ഓടിക്കണം എന്നാണ്. അത് BJPയുടെ നയമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. RSSകാരും അങ്ങനെ ഇതുവരെ പറഞ്ഞതായിട്ട് കേൾവിയില്ല. ഒരു പാർട്ടിയിലാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങളാണത്. അപ്പം ഇങ്ങനെ ഇത്രമാത്രം മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളെ അവരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് പാകിസ്ഥാനിലേക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ ലീഗ് ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം വർഗീയവാദി. ലീഗിനെ വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ലീഗിനെ വിമർശിച്ചാൽ ദീനിനെ വിമർശിച്ചു, മതത്തെ വിമർശിച്ചു എന്നാണ് ലീഗ് നേതാക്കളുടെ പക്ഷം. അതാണല്ലോ പറയുന്നത്, ലീഗിൽ നിന്നകന്നാൽ ദീനിൽ നിന്നകന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ. നിങ്ങൾ ലീഗിൽ നിന്ന് പോയാൽ ദീനിൻ്റെ പരിസരത്ത് നിന്നാണ്, എന്ന് വെച്ചാൽ മതപരിസരത്ത് നിന്നാണ്, ഇസ്ലാമിൻ്റെ പരിസരത്ത് നിന്നാണ് നിങ്ങൾ പോകുന്നത് എന്നാണ്. ആ നിലക്കുള്ള വലിയ വിമർശനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നാണല്ലോ പറയുന്നത്. 90 വയസ്സായിട്ടുള്ള വെള്ളാപ്പള്ളിയെ ഏത് മനുഷ്യൻ പോകുമ്പോഴും കാറ് കയറ്റും. അയാൾ അങ്ങോട്ട് നടന്നു വരട്ടെ എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി പോയാൽ മുഖ്യമന്ത്രിയോളം മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരാൾ ആരാണ് എന്നായിരിക്കും പിന്നീട് ചോദിക്കുക. ഇങ്ങനെ 90 വയസ്സായിട്ടുള്ള ഒരാളെ നടത്തിച്ച് മുഖ്യമന്ത്രി വലിയ പത്രാസിൽ കാറിൽ കയറി പോയി. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റുമെന്ന്. എന്താ പറഞ്ഞത്? കയറ്റുമെന്നാണ് പറഞ്ഞത്, കയറ്റില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു മനുഷ്യന് പറയാൻ പറ്റൂ? നമ്മളുടെ വലിയ കൊടിയ ശത്രുവാണെന്ന് വിചാരിക്കുക. 90 വയസ്സായ ഒരാൾ, അയാളെ കണ്ടാൽ നമ്മൾ കാറ് നിർത്തി കാറിൽ കയറ്റിയാൽ നമ്മളുടെ ഔന്നിത്യമാണ് അതിലൂടെ ഉയരുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശന് കാറ് കയറ്റിയില്ല എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോയത് വലിയ സമ്മാനപ്പൊതികളുമായിട്ടാണ്. അങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് ലീഗിൻ്റെ സമീപനമെങ്കിൽ, വെള്ളാപ്പള്ളിയേക്കാളും വലിയ വർഗീയത പറയുന്ന, മുസ്ലിം വിരുദ്ധത പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിന് സമ്മാനപ്പൊതികളുമായിട്ട് ലീഗ് നേതാക്കന്മാർ പോകുന്നത് ശരിയാണോ? ഇവിടെ ഒരു കാര്യമുണ്ട്, ലീഗുകാർക്ക് എന്തും ചെയ്യാം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരിക്കൽ കെ സുരേന്ദ്രൻ ഒരു സത്യാഗ്രഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് എടുത്തു കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ പങ്കെടുത്ത വേദിയിലാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതും അയാളെ കെട്ടിപ്പിടിച്ചതും. ഒരു സന്യാസി, ഓർമ്മയില്ലേ? അപ്പം ഇതൊക്കെ ലീഗിന് ചെയ്യാം, ഞങ്ങളിതൊക്കെ ചെയ്തോളാം. വേറെ ആരും ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ BJP നേതാവിൻ്റെ കല്യാണത്തിന് പോയിക്കോളാം, ഞങ്ങളവരെ കയറിൽ കയറ്റിക്കോളാം, ഞങ്ങൾ വെള്ളാപ്പള്ളിയുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിക്കോളാം. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി ഉണ്ടാക്കിയിരുന്നല്ലോ. ഇതൊന്നും വേറെ ആളുകളാരും ചെയ്യരുത്. അതാണ് ലീഗിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിനോട് യോജിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല.